നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് തവസ്യയുടെ ജില്ലാ സെക്രട്ടറിയും BMSന്റെ സംസ്ഥാന ഭാരവാഹിയുമായ ശ്രീ കെ.വി. രാജേന്ദ്രനാണ്. സ്വാഗതം ശ്രീ നമസ്കാരം. രാജേന്ദ്രൻ. ആഹ് ചേട്ടാ, നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഇലക്ഷൻ്റെ പശ്ചാത്തലത്തിലല്ല, നേരത്തെയും ഈ ഒരു പർദ്ദ ഒരു വലിയ പ്രശ്നമായിരുന്നു നമ്മുടെ സാമൂഹിക രാഷ്ട്രീയത്തിനകത്ത്. സ്കൂൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് കോളേജ് തലങ്ങളിലായിക്കോട്ടെ, രാജ്യവ്യാപകമായിട്ട് പല രാജ്യങ്ങളും നിരോധിച്ചതാണ്. അപ്പോൾ ഇന്നലെ ഈ ഇലക്ഷനോടനുബന്ധിച്ച് നമ്മുടെ വിഴിഞ്ഞത്ത് ചില കള്ളവോട്ടുകൾ പർദ്ദ ധരിച്ചെത്തിയ ആൾക്കാർ ചെയ്തു എന്ന് പറഞ്ഞു. ഇതൊരു വലിയ ഒരു നിയമപ്രശ്നവും അതോടൊപ്പം തന്നെ ഒരു സാമൂഹ്യ സുരക്ഷയുടെ ഒരു പ്രശ്നമല്ലേ, പ്രത്യേകിച്ച് രാജ്യസുരക്ഷ കൂടി പ്രശ്നമല്ലേ ഇത്? തീർച്ചയായിട്ടും ഇത് രാജ്യസുരക്ഷയ്ക്ക് പ്രശ്നമാണ് എന്നുള്ളതിനേക്കാൾ ഞാൻ കാണുന്നത് ഇതൊരു സമൂഹത്തിൽ ഒരു വിഭാഗം ആളുകളെ ഒറ്റപ്പെടുത്തി നിർത്തുന്നു എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. ഒരു പൊതുസമൂഹത്തിൽ ഇടപെട്ട് ജീവിക്കുമ്പോൾ ഒരു വിഭാഗം ആളുകൾ മാത്രം ഇതിൽ നിന്നെല്ലാം മാറി നിന്ന് ഒരു പ്രത്യേക ഒരു ചട്ടക്കൂടിനകത്ത്, ഒരു വസ്ത്രവിധാനത്തിനകത്ത് നിൽക്കുമ്പോൾ അവരുടെ ആ മനുഷ്യരെന്നുള്ള അല്ലെങ്കിൽ സ്ത്രീകളെന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിന് അപ്പുറത്തേക്ക് ഇവർ ഒറ്റപ്പെടുന്നില്ലേ എന്നൊരു സംശയമാണ് എന്നെ എപ്പോഴും ഒന്ന് വേദനിപ്പിക്കാറുള്ളത്. ഇതാണ് ഒരു മാനുഷിക പ്രശ്നം കൂടിയാണ്, മനുഷ്യാവകാശ ലംഘനം കൂടിയാണ്. ഒരു സ്ത്രീക്ക് സ്വൈരമായി സുരക്ഷിതമായി അവരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ചോ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചോ ഒരു സ്ത്രീ എന്ന രീതിയിൽ അവരുടെ സ്വാതന്ത്ര്യത്തെ മുഴുവൻ അവഗണിക്കുന്ന, അവരുടെ സ്വാതന്ത്ര്യത്തെ മുഴുവൻ ഇല്ലായ്മ ചെയ്യുന്ന ഒരു തരം എന്താ പറയുക, പ്രത്യേകം ഒരു സാധനമായി ഇവരെ കണ്ടുകൊണ്ട് ഇങ്ങനെ അടച്ചു മൂടപ്പെട്ട ഒരു ജീവിതശൈലിയിലേക്ക് നിർബന്ധിച്ച് ഈ പർദ്ദ ധരിച്ചു വരുന്ന സ്ത്രീകളെ മുഴുവൻ നോക്കിയാൽ, അവരോട് ചോദിച്ചാൽ, വ്യക്തിപരമായി ചോദിച്ചാൽ അവരാരും ഇതിന് തയ്യാറാവുന്നവരല്ല, അവർക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല. പക്ഷേ ആരോ നിർബന്ധിച്ച്, ഭർത്താവോ കുടുംബാംഗങ്ങളോ മതമോ ഒക്കെ നിഷ്കർഷിച്ചും അവരെ എന്താ പറയുക അടിച്ചേൽപ്പിച്ചും കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഇത്. ഇത് ജനാധിപത്യത്തിലേക്ക് വരുമ്പോൾ ശരിക്കും താങ്കൾ പറഞ്ഞ മാതിരി ഇതൊരു വലിയ വിപത്ത് തന്നെയാണ്. ഇപ്പം മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലൊക്കെ ആയിരക്കണക്കിന് ആളുകളാണ് വന്ന് വോട്ട് ചെയ്യാൻ വരുന്നത്. ഇവരുടെ മുഖം പോലും പുറത്ത് കാണിക്കാതെ കണ്ണ് മാത്രം പുറത്ത് കാണിച്ച് വരുന്നത് ഇവർ യഥാർത്ഥ വോട്ടറാണോ എന്ന് എങ്ങനെ അറിയാൻ സാധിക്കും? ഇപ്പം ഗൾഫിൽ ഇരിക്കുന്ന ഒരു സ്ത്രീ ഖദീജ എന്നൊരു സ്ത്രീ ഗൾഫിലാണ്. അവരുടെ വോട്ട് അവരുടെ മകൾ വന്ന് ഇവിടെ ചെയ്താലോ, അവരുടെ ഐഡൻറ്റി കാർഡും കൊണ്ടുവന്നിട്ട്, കാരണം മുഖം തിരിച്ചറിയാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത് എതിർക്കപ്പെടേണ്ടതും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു തിരഞ്ഞെടുപ്പ് ചട്ടത്തിൻ്റെ ലംഘനവുമാണ് എന്ന് ഞാൻ കരുതുകയാണ്. ഇത് ഇത് സത്യത്തിൽ, അതായത് പല ഇസ്ലാമിക രാജ്യങ്ങൾ പോലും നിരോധിച്ച ഒരു വിഷയമാണ് ഈ പർദ്ദ എന്ന് പറയുന്നത്. നിരോധിച്ച ഒരു ഡ്രസ് കോഡാണ്. ഇത് എന്തിനാണ് ഇപ്പോഴും നമ്മുടെ ഒരു കേരളത്തിൽ, അല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധം മതേതരം എന്ന് പറയുന്ന മുന്നണികളുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടാകുന്നത്? ഇത് ഇവിടെ കുറേ കാലങ്ങളായി നമ്മൾ കണ്ടുവരുന്ന സ്വതന്ത്രാനന്തര ഭാരതത്തിൽ ഈ രാഷ്ട്രീയം എന്നത് മതത്തിലേക്കും മതം എന്നത് രാഷ്ട്രീയത്തിലേക്കും പരസ്പര പൂരകങ്ങളായി ചേർന്ന് നിൽക്കുന്നൊരവസ്ഥയുണ്ട്. അല്ലെങ്കിൽ ഇവർ പരസ്പരം കൈകടത്തുന്ന അവസ്ഥയുണ്ട്. ഈ കൈകടത്തലാണ് ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന രീതിയിലേക്ക് ഇപ്പം ചർച്ച വരുന്നത് കൊണ്ടാണ്. സംഘടിത വോട്ട് ബാങ്ക് നേടിയെടുക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയ കക്ഷികൾ ഇവരെയൊക്കെ സഹായിക്കുന്നു. അതാണ് വാസ്തവം. നിയമത്തിൻ്റെ വഴിക്കും മതത്തിൻ്റെ വഴിക്കും രാഷ്ട്രീയം രാഷ്ട്രീയത്തിൻ്റെ വഴിക്കും സ്വതന്ത്രമായി സഞ്ചരിക്കുകയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇത് വിപത്താണ്. വലിയ വിപത്താണ്. ഈ വിപത്ത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇതിനെ ഒരു ആക്സിലറേറ്റ് ചെയ്യല്ലേ? ഇപ്പോൾ SDPI സജീവമായിട്ട് പല ഇടങ്ങളിലും ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും മാറി മാറി പിന്തുണ കൊടുക്കുന്നു. പ്രധാനമായിട്ടും പിന്തുണ കൊടുക്കുന്നത് ഇടതുപക്ഷത്തിനാണ്. ഇനി മറുഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമിയുണ്ട്. ഈ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് പർദ്ദ പോലുള്ള അല്ലെങ്കിൽ ശരിയ പോലുള്ള തന്നെ നിയമങ്ങൾ നമ്മുടെ നാട്ടിലേക്ക്, നമ്മുടെ ഇടയിലേക്ക് അടിച്ചേൽപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഒരു പ്രേരണാ ഘടകമായി മാറില്ല, ഒരു പ്രഷർ ഗ്രൂപ്പായിട്ട് അവർ മാറില്ല. കാരണം ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാലും ഈ പിന്തുണച്ച ആൾക്കാരെ മറ്റു പല കാര്യങ്ങൾക്കും ഇവർക്കും, അതായത് ഈ ഭരണ രംഗത്തിരിക്കുന്ന ആൾക്കാർക്ക് പിന്തുണയ്ക്കേണ്ടി വരും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ നാട് പോകുന്നത് ഒരു ജനാധിപത്യത്തിൽ നിന്ന് ഒരു ശരിയാ നിയമത്തിലേക്കല്ലേ? അല്ല, അത് ശരിയാണ്. അവരുടെ ലക്ഷ്യം 2047 ആകുമ്പോൾ ഭാരതത്തെ ഒരു ഇസ്ലാമിക രാഷ്ട്രമായി തീർക്കണം എന്നുള്ള ശരിയായിട്ടുള്ള അവരുടെ കാഴ്ചപ്പാടിൽ ശരിയായിട്ടുള്ള ഒരു ലക്ഷ്യം മുമ്പിൽ വെച്ചിട്ടാണ് SDPI പോലുള്ള അല്ലെങ്കിൽ നിരോധിച്ച പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘടനകൾ പ്രവർത്തിക്കുന്നത്. അതിലേക്ക് ഹിന്ദു ഭൂരിപക്ഷമായ പ്രദേശമായിട്ടുള്ള ഭാരതത്തെ തിരഞ്ഞെടുത്തത് വളരെ ലക്ഷ്യത്തോടു കൂടിയാണ്, വളരെ ബോധപൂർവമാണ്.
ഇപ്പോൾ താങ്കൾ പറഞ്ഞ മാതിരി പിന്നെ പല മുസ്ലിം രാഷ്ട്രങ്ങളിലും ഈ പർദ്ദ നിരോധിച്ചിട്ടുണ്ട്. പർദ്ദ അവിടെ ഇപ്പോൾ ഇറാനിൽ ഈ അടുത്ത കാലം വരെ പെൺകുട്ടികൾ ഹാഫ് സ്കേർട്ട് ഇട്ട് വളരെ സുഗമമായി സഞ്ചരിച്ചിരുന്ന തെരുവീഥികൾ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. താലിബാൻ ഭരണം വന്നതിന് ശേഷമാണ് അവിടെ നമുക്ക് പിന്നെ ഇത്തരത്തിലുള്ളൊരു പർദ്ദ സമ്പ്രദായത്തിൻ്റെ കടന്നുകയറ്റം കൂടുതലായി കാണാൻ കഴിഞ്ഞത്. ഈ അഫ്ഗാൻ അതെ. ആ. എസ്.കെ. പൊറ്റക്കാടിൻ്റെ അദ്ദേഹത്തിൻ്റെ സഞ്ചാരകൃതികൾ വായിക്കുമ്പോൾ അദ്ദേഹം പിന്നെ പാകിസ്ഥാനിലും അന്ന് ഇന്ത്യയും പാകിസ്ഥാനും ഒന്നായിരുന്നല്ലോ. ആ പാകിസ്ഥാനിൽ ലാഹോറിൽ ഉള്ള ഒരു രംഗം വിരിച്ച് നല്ല കിളിക്കൊഞ്ചലുമായി പെൺകുട്ടികളെ പാറിപ്പറന്നു പോകുന്ന സുന്ദരികളായ മുസ്ലിം പെൺകുട്ടികളെക്കുറിച്ച് അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട്. എത്ര സുന്ദരവതികളാണ്, എത്രത്തോളം താല്പര്യത്തോടുകൂടിയാണ്, ആഹ്ലാദചിത്തരായിട്ടാണ് അവരങ്ങനെ തെരുവീഥികളിലേക്ക് നടന്നു പോകുന്നത് എന്ന് അദ്ദേഹം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ കാഴ്ചപ്പാടൊക്കെ ഇന്ന് മാറി. ഇന്ന് പർദ്ദയ്ക്കുള്ളിൽ സ്ത്രീയെ ഒരു വിൽപ്പന ചരക്കാക്കിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉപഭോഗ വസ്തുവാക്കിയോ കണ്ടുകൊണ്ട് ഈ സ്ത്രീകളെ പർദ്ദയ്ക്കുള്ളിൽ ഒതുക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നു. പല മുസ്ലിം രാഷ്ട്രങ്ങളും അതിൽ നിന്ന് പുറത്തു ചാടി അവർ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുമ്പോൾ ഇന്ത്യയിൽ എന്തിനേറെ ഫ്രാൻസിൽ പോലും പർദ്ദയും ഒക്കെ നിരോധിച്ചതാണ്. ഇപ്പോൾ ഇന്ത്യയിൽ മുസ്ലിം ഭൂരിപക്ഷം അല്ലാത്തൊരു സ്ഥലമായിട്ടുള്ള ഭാരതത്തിൽ ഹിന്ദു ഭൂരിപക്ഷമായ സ്ഥലത്ത് അതിൻ്റെ ഒരു വളരെ ബോധപൂർവമായ ശ്രമം നടത്തിക്കൊണ്ട് ഈ സ്ത്രീകളെ പർദ്ദയ്ക്കുള്ളിൽ ഒതുക്കാൻ വേണ്ടിയുള്ള ഗൂഢമായ ഒരു ശ്രമം ഇസ്ലാമിക ശക്തികൾ നടത്തുന്നുണ്ട്. അത് ശരിയാണ്. അല്ല, പല കാര്യങ്ങളിൽ നമ്മൾ അതിജീവിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഷാബാനു കേസുമായി ബന്ധപ്പെടുത്തി ഷാബാനുവിനെ അല്ലെങ്കിൽ അതുമാതിരി ഉള്ള ഇസ്ലാം വനിതകളെ ഒരു എന്താ പറയുക, ട്രിപ്പിൾ തലാഖ് പോലുള്ള അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള മത നിയമങ്ങൾക്കകത്ത് ഞെരുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ സാഹചര്യമൊന്നുമില്ല. ട്രിപ്പിൾ തലാഖ് നമ്മുടെ നാട്ടിൽ നിരോധിച്ചു. ക്രിമിനൽ കുറ്റമായിട്ട് തന്നെ പ്രഖ്യാപിച്ചു. അങ്ങനെ പല കാര്യങ്ങളിലും പല മാറ്റങ്ങളും വന്നിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് പോലും അത്തരം കാര്യങ്ങളെ ഒന്നും ജനാധിപത്യപരമായിട്ട് അംഗീകരിക്കുവാൻ തയ്യാറല്ല. അത് മതവിരുദ്ധമായിട്ടും ഫാസിസ്റ്റിക് ആയിട്ടുള്ള ഒരു പെരുമാറ്റമായിട്ടാണ് കാണുന്നത്. ഇത് ഈ ഒരു പ്രവണത, അതായത് ഇത് ഏറ്റവും കൂടുതൽ ആരോപിക്കുന്നത് കോൺഗ്രസിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്താണ്. പ്രധാനമായിട്ടും കോൺഗ്രസ്സാണ് ഇത്തരത്തിലുള്ളൊരു ആരോപണം ഉന്നയിക്കുന്നത്. ഇത് സത്യത്തിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമൈസേഷനിലേക്ക് രാജ്യത്തെ നയിക്കുകയും രാജ്യത്തിൻ്റെ ഒരു സാമൂഹിക ഘടനയെ അത് ചോദ്യം ചെയ്യുന്നതല്ലേ? 100% താങ്കളുടെ വാദത്തോട് ഞാൻ യോജിക്കുകയാണ്. ഒരു ഇസ്ലാമികവൽക്കരണം എല്ലാ മേഖലയിലും നടത്താനുള്ള ബോധപൂർവമായ ശ്രമം ഇവർ നടത്തുന്നുണ്ട്. അതിലേറെക്കുറെ അവർ വിജയിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഈ ഒരു മതേതരം എന്ന കാഴ്ചപ്പാടുള്ള രാജ്യത്ത്, അത് ശ്രീമതി ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന ഒരു ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നമ്മുടെ ഭരണഘടനയിൽ അത് എഴുതി ചേർക്കപ്പെട്ടത് എങ്കിലും ഹിന്ദു ഭൂരിപക്ഷ പ്രദേശമായ ഭാരതത്തിൽ അല്ലെങ്കിൽ ഒരു മതേതര രാജ്യം എന്ന സങ്കല്പത്തിൽ ഒരു സമുദായത്തിന്, ഒരു മതത്തിന് മാത്രം ഇത്ര പ്രത്യേക പരിഗണന കൊടുക്കേണ്ടി വരുന്നത് എന്തുകൊണ്ട് കൊടുക്കുന്നു? അവിടെ ഭരണകൂടത്തിൻ്റെ പരാജയമാണ്. ഭരണകൂടം പരാജയപ്പെടുന്നു. നിയമവ്യവസ്ഥ നിലനിൽക്കുന്ന രാജ്യത്ത് നിയമത്തിൻ്റെ പരാജയം കൂടിയാണ്. അതുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. പർദ്ദ ധരിച്ച് മുഖം കാണിക്കാത്ത സ്ത്രീകൾക്ക് എങ്ങനെ വോട്ട് ചെയ്യാൻ, ഇത് പുരുഷനാണോ സ്ത്രീയാണോ എന്നങ്ങനെ അറിയാൻ പറ്റും? ഇന്ന് കള്ളക്കടത്തിന് ഉപയോഗിക്കുന്നത്, മറ്റ് മയക്കുമരുന്ന് കള്ളക്കടത്തിന് ഒക്കെ ഉപയോഗിക്കുന്നത് ഈ വേഷമാണ്. എത്രയോ നിരവധി പുരുഷന്മാരെ ഈ വേഷത്തിൽ പിടികൂടിയിട്ടുണ്ട്. ഇന്നലെ നമ്മുടെ നാട്ടിലെ മോഷ്ടാക്കൾ പോലും ഉപയോഗിക്കുന്നത് ഈ വേഷമാണ് എന്ന് നമുക്കറിയുമ്പോൾ സ്വാഭാവികമായും അതിനെതിരായിട്ടുള്ള നിയമത്തിൻ്റെ പോരാട്ടം ശക്തിപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ഭരണകൂടം സ്ട്രോങ് ആവണം. ഏകീകൃത സിവിൽ കോഡ് നിയമം വരുമ്പോൾ ഒരു പക്ഷേ ഇതിനൊരു പരിഹാരം കാണാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മതം എല്ലാവർക്കും അവരുടെ സ്വാതന്ത്ര്യത്തിന് അനുസരിച്ച് പ്രവർത്തിക്കാനും വിശ്വസിക്കാനും അവകാശം ഉണ്ടെന്നിരിക്കുമ്പോഴത്തേനും ഒരു പൊതു ഇടങ്ങളിൽ അവരുടെ പൊതു നിയമം പാലിക്കാൻ ബാധ്യസ്ഥരാവണം. കഴിഞ്ഞ മാസമാണ് പാലക്കാടോ മറ്റോ ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് മെയിൻ നടു റോഡിൽ നിസ്കരിച്ചത്. അവരുടെ അവകാശമാണ്. ആ പൊതു റോഡിൽ അല്ലെങ്കിൽ പൊതുസ്ഥലത്ത് ഗതാഗതം മുടക്കിക്കൊണ്ട് നിസ്കരിക്കുമ്പോൾ അതുവഴി യാത്ര ചെയ്യുന്ന ആയിരക്കണക്കിന് ആളുകൾ അവകാശത്തെക്കുറിച്ച് എന്തുകൊണ്ട് ഇത് കാണുന്നില്ല? ഭരണകൂടം കാണുന്നില്ല. അപ്പോൾ ആ പെൺകുട്ടിക്കെതിരെ ശക്തമായ നിയമപരമായ നിലപാടുകൾ എടുക്കാൻ ഭരണകൂടം പരാജയപ്പെട്ടത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഭരണകൂടവും രാഷ്ട്രീയ പാർട്ടികളും കാണിക്കുന്ന ഇത്തരത്തിലുള്ള സഹായകരമായിട്ടുള്ള നിലപാടുകളാണ് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ സഹായിക്കുന്നതും ഭാരതത്തിൽ അരാജകത്വം സൃഷ്ടിക്കുന്നതും എന്ന് ഞാൻ കാണുന്നു.
ഇത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ശോഭാ സുരേന്ദ്രൻ്റെ പാലക്കാടുള്ള വിഷയം. പക്ഷേ അത് പിന്നീടാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ തെളിവുകൾ പുറത്തു വരികയാണ്. അത് എസ്ഡിപിഐയുടെയും അതുപോലെ തന്നെ ഈ തീവ്ര ഇസ്ലാമിക് ഓർഗനൈസേഷനുകളുടെയും കൂടെ ഒരു ഗൂഢാലോചന ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ടെന്ന്. സത്യത്തിൽ ഈ ഒരു ഗൂഢാലോചനയ്ക്കും അതായത് രാജ്യത്തിൻ്റെ ജനാധിപത്യം, ദേശത്തിൻ്റെ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നടക്കുന്ന ഇത്തരം കാര്യങ്ങൾ. അതായത് ഇവർ അധികാരത്തിൽ ഒരു ആദാന-പ്രദാനം എന്ന് പറയും പോലെ ഇവരെ അധികാരത്തിൽ എങ്ങനെയും കയറ്റി നിർത്തുക. മതം ഉപയോഗിച്ച് കയറ്റുക. മതം ഉപയോഗിച്ച് കയറ്റിയതിന് ശേഷം ആ മതത്തെ കുത്തിത്തിരിക്കുക. അതായത് ഏത് അധികാരം ഒരു രാഷ്ട്രീയ പാർട്ടിയാണോ അധികാരത്തിലെത്തുന്നത് അവരുടെ ഇടയിലേക്ക്, അവരുടെ തലയിലേക്ക് അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികളിലേക്ക് ഈ മതം കുത്തിത്തിരികുന്ന ഒരു പ്രവണതയുണ്ട്. അത് സത്യത്തിൽ എങ്ങനെയായിരിക്കും നമ്മുടെ ഒരു വരുംകാല നിയമവ്യവസ്ഥിതി? നേരത്തെ ആവർത്തിച്ചൊരു ചോദ്യമാണ്. പക്ഷേ അതിൻ്റെ മറ്റൊരു മേഖലയിലേക്ക് എങ്ങനെയായിരിക്കും ഇത് കടന്നു കയറുക? പ്രത്യേകിച്ചും ഈ സ്ത്രീയുടെ ഒരു മേലുള്ള ഒരു സ്വാതന്ത്ര്യത്തെയാണ് ഇത് ബാധിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോഴും ഒരു പുരുഷാധിപത്യം അല്ലെങ്കിൽ പുരുഷന് ഇത് വലിയ രീതിയിൽ ബാധിക്കുന്നില്ല. സ്ത്രീകളുടെ അതായത് ഒരു ജെൻഡറിൻ്റെ പൂർണ്ണമായും അവരുടെ സ്വാതന്ത്ര്യത്തെ അവഗണിക്കുകയും ഒരു ജെൻഡറിനെ പൂർണ്ണമായും രാജ്യത്തിൻ്റെ സാമ്പത്തിക സംവിധാനങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുകയും തൊഴിലിടങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുകയും ചെയ്യുമ്പോൾ അത് രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെയും കൂടിയല്ലേ ബാധിക്കുന്നത്? രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയെ ബാധിക്കുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇവിടെ ഒരു ജെൻഡർ ഇക്വാലിറ്റി പോലും തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ്. ഇന്നലെ നവമാധ്യമങ്ങൾ കാണുമ്പോൾ ഒരു പെൺകുട്ടിയോട് ഒരു പത്രലേഖകൻ ചോദിക്കുന്നുണ്ട്, കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണം അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെച്ച പ്രകടന പത്രിക നിങ്ങളെങ്ങനെ കാണുന്നു? ആ പെൺകുട്ടി വളരെ ബോൾഡായിട്ട് പറയുകയാണ്, തെറ്റാണ്. സ്ത്രീകളെ വിൽപ്പന ചരക്കാക്കി അല്ലെങ്കിൽ എന്തെങ്കിലും എല്ലിൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തുകൊണ്ട് സ്ത്രീകളെ സ്വാധീനിക്കാൻ പറ്റുമെന്നാണ് കോൺഗ്രസ് കരുതുന്നത്. അവർക്ക് സൗജന്യ ബസ് യാത്ര, അവർക്ക് കോളേജിൽ പോകുന്ന പെൺകുട്ടികൾ 1000 രൂപ ഫീസ്, അവർക്ക് മാസം ചെലവിന് 1000 രൂപ ഫീസ്, ഇതൊക്കെ പറഞ്ഞിട്ട് ഈ സ്ത്രീകളെ എന്തുകൊണ്ട് പുരുഷന്മാർക്ക് കൊടുക്കാമെന്ന് പറയുന്നില്ല? അപ്പം സ്ത്രീകളെ ഇങ്ങനെ നക്കാപ്പിച്ച കാര്യങ്ങൾ കൊടുത്ത് സ്വാധീനിക്കാൻ കഴിയും. സ്ത്രീകളുടെ വ്യക്തിത്വത്തിൽ തന്നെ, അവരുടെ സ്വത്വത്തിൽ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു നിലപാടാണ് കോൺഗ്രസ് എടുത്തതെന്ന് ആ പെൺകുട്ടി, ഒരു യുവതിയാണ്, വളരെ ബോൾഡായിട്ട് പറയുന്ന രംഗമുണ്ട്. ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ്റെ കാര്യം താങ്കൾ പറഞ്ഞു. ശോഭാ സുരേന്ദ്രൻ 10ാമത്തെ തെരഞ്ഞെടുപ്പാണ്. 9 തെരഞ്ഞെടുപ്പിൽ ഇത്തരം ആരോപണങ്ങൾ നേരിടേണ്ടി വന്നില്ല. പക്ഷേ പാലക്കാട് ഒരു പ്രത്യേകത ഇതാണ്. പാലക്കാട് കോൺഗ്രസ് ആകെ പൊളിഞ്ഞു നിൽക്കുകയാണ്. പാലക്കാട് ഷാഫി പറമ്പിൽ എംപിക്കെതിരായിട്ട് അവിടെ വ്യാപകമായ പരാതിയുണ്ട്. ഷാഫി പറമ്പിൽ എംപിയുടെ മാനസപുത്രനായിട്ടുള്ള ഒരു പ്രശോഭ എന്ന് പറയുന്ന കൗൺസിലറാണ് ഇപ്പം പുതിയ ഒരു ബലാത്സംഗ കേസിൽ പ്രതിയായി ഒളിവിൽ കഴിയുന്നത്. അപ്പം അയാളുടെ ടെലിഫോൺ സംഭാഷണം പുറത്തു വന്നിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രനോട് ജയിക്കുമെന്ന് ഉറപ്പായ സമയത്തോ ഉണ്ടാക്കിയ കെട്ടിച്ചമച്ച ഒരു തെളിവില്ലാത്ത കാര്യമാണ്. ഇപ്പോൾ ഒരു വെള്ള ചുരിദാർ ധരിച്ചൊരു സ്ത്രീ ആ അമ്മയോട് പോയി സംസാരിക്കുന്നുണ്ട്. അമ്മയ്ക്ക് ഇങ്ങനെ ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നുണ്ട്. തിരിച്ചു വരുന്നു. അവർ തിരിച്ച് ശോഭാ സുരേന്ദ്രൻ്റെ അടുത്ത് വരുന്നുണ്ടോ? ശോഭാ സുരേന്ദ്രൻ നിൽക്കുന്ന കാറിൽ കയറുന്നുണ്ടോ? ബി.ജെ.പിയുടെ കാറിൽ കയറുന്നുണ്ടോ? അല്ലെങ്കിൽ ലോകത്ത് എവിടെയെങ്കിലും ഇങ്ങനെ പ്രചരണ വാഹനം, ടീമായിട്ടൊരു പ്രചരണ വാഹനം പോകുന്നതിനിടയിൽ അതിൽ നിന്ന് ഇറങ്ങി ഒരു സ്ത്രീക്ക് കൊണ്ട് ഒരു വോട്ടർ പൈസ കൊടുത്തു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ സാധിക്കുമോ? മാത്രമല്ല ആ സ്ത്രീ, ആ വോട്ടർ അമ്മയോട് പത്രമാധ്യമങ്ങളെല്ലാം കൂടി 5000 രൂപയിൽ തന്നത്, 5000 രൂപയിൽ തന്നത്, ഇങ്ങനെ അവരെ കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ 5000 എന്നൊരു തുക പോലും ഇവരാണ് മാധ്യമങ്ങൾ നിശ്ചയിക്കുന്നത്. മാധ്യമങ്ങൾ ബി.ജെ.പിയുടെ കേരളത്തിലെ മുന്നോട്ടുള്ള ഈ ശക്തമായ വരവ് ഈ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി കേരളത്തിൽ നിർണായകമായ ശക്തിയാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. ആ സമയത്തൊരു 3ാം ചേരി ഇവിടെ വരുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുള്ളതിൻ്റെ തെളിവാണ്. ആ സ്ത്രീയെ ഇത്രയും ബലം പ്രയോഗിച്ച് ശോഭാ സുരേന്ദ്രൻ പൈസ തന്നു എന്ന് പറയിപ്പിക്കാൻ വേണ്ടി അവരോട് 5000 രൂപ തന്നില്ലേ, 5000 തന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നത്. അവർ പറയാണ്, എനിക്ക് മരുന്ന് വാങ്ങാൻ ഇപ്പോൾ പൈസ വേണം എല്ലാവരോടും പറയും. ഇപ്പം ഞാൻ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടായിരുന്ന ആളാണ്. ഒരു ക്യാൻസർ ബാധിച്ചിട്ടുള്ള ആളിൻ്റെ വീട്ടിൽ പോയി. അവരുടെ വീട് ജപ്തിയാണ്. സ്വാഭാവികമായിട്ടും മനസ്സിന് വിഷമം തോന്നി അത് കണ്ടപ്പോൾ. അവർക്ക് മരുന്ന് വാങ്ങാൻ പൈസയില്ല. ഒരു കഴിഞ്ഞ കോർപ്പറേഷൻ ഇലക്ഷനിൽ പോയപ്പോൾ കണ്ട കാഴ്ച, ഞാൻ അവിടുത്തെ ആ ഭാഗത്തെ പ്രവർത്തകരെ വിളിച്ചിട്ട് ഈ ദുസ്ഥിതിക്ക് പരിഹാരം കാണും. അവർക്ക് മരുന്ന് വാങ്ങാനുള്ള പൈസ കൃത്യമായിട്ട് അതിനുശേഷം എത്തിക്കുന്നുണ്ട് മാസം വീട്ടിൽ. ഈ മാസവും കൊടുത്തു. അതൊരിക്കലും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ വേണ്ടിയല്ല, അതൊരു മാനുഷിക പരിഗണനയാണ്. ഇത്തരത്തിലുള്ള ഒരു എന്തെങ്കിലും ഒന്ന് ചെയ്താൽ, ചെയ്തെന്ന് തെളിവില്ല, ചെയ്താൽ പോലും അതിനെയും ഈ ഇലക്ഷൻ്റെ കൂടെ കൂട്ടിക്കെട്ടി അത് വോട്ട് വിൽപ്പനയാണ്. എന്തായാലും 65 വർഷക്കാലം ഈ കേന്ദ്രം ഭരിച്ച കോൺഗ്രസിനില്ലാത്ത പണമൊന്നും ബി.ജെ.പിക്ക് ഇല്ല. കോൺഗ്രസും CPM-ഉം കാണിക്കാത്ത എത്ര അടവുകൾ. ഇന്നലെ ബൂത്തിലിരുന്ന പെൺകുട്ടികളുടെ ദേഹത്ത് ഒരു നായ്ക്കറിനെ പൊടി വിതറിയ കമ്മ്യൂണിസ്റ്റുകാരൻ, അല്ലെങ്കിൽ ബൂത്ത് ഏജൻറ്റിൻ്റെ കല്ലെറിഞ്ഞ് വീഴ്ത്തിയ കമ്മ്യൂണിസ്റ്റുകാരൻ ഇപ്പോഴും ആ പ്രാകൃതമായ നിലപാടുകളിൽ നിന്ന് മോചനം നേടിയിട്ടില്ല.
പക്ഷെ അതിനെല്ലാം തൃണമൂൽ ഗണിച്ചുകൊണ്ട് ബി ജെ പി കേരളത്തിൽ മുന്നേറുന്നു എന്ന് വന്നപ്പോൾ, പ്രത്യേകിച്ച് ശോഭാ സുരേന്ദ്രൻ ബി ജെ പിയുടെ ഒരു തീപ്പൊരി നേതാവാണ്. അവർ ബി ജെ പിയുടെ ഒരു പോർമുഖമാണ്, ഒരു കുന്തമനയാണ്. അവരെ തളച്ചാൽ ബി ജെ പിയെ തളയ്ക്കാം എന്നുള്ള ഒരു അവരുടെ തെറ്റായ നിഗമനമാണ് ഇങ്ങനെ ആരോപണത്തിന് പിന്നിൽ. മറ്റു ഭാഗങ്ങളിൽ ചെയ്യുന്ന ഈ ഇസ്ലാമിക ശക്തികളുടെ എല്ലാം ഒരു വോട്ട് കൺസോൾട്ടേഷൻ ഉണ്ട്. അതിനെല്ലാം അവർ ഒളിച്ചു വയ്ക്കാൻ ശ്രമിക്കാൻ, അതിനെല്ലാം മറപിടിക്കാനുള്ള ഒരു ആരോപണം മാത്രമാണ് പാലക്കാട് കണ്ടത്. ഇന്നലെ തന്നെ കുന്നത്തുനാട് ഇവിടെ കുന്നത്തൂരിൽ എസ് ഡി ഐ പിക്കാർ പരസ്യമായി ഇന്ന് കോവൂർ കുഞ്ഞുമോൻ വോട്ട് പിടിക്കുന്നു. കോവൂർ കുഞ്ഞുമോൻ അവർക്ക് പോയിട്ട് ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ട് അവരോട് സംസാരിച്ചോളൊക്കെ ആയിട്ട് വരുന്നു. പരസ്യമായിട്ടാണ്. ഇടതുപക്ഷ MLA-ക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ SDP-ക്കാർ വളരെ പരസ്യമായി നിൽക്കുന്ന രംഗം ഇന്നലെ കുന്നത്തൂരെ കണ്ടതാണ്. ഈ കൊടിയുടെ ഇടയിൽ കൊടിയുടെ ഇടയിൽ തന്നെ കണ്ട, അത് മാധ്യമങ്ങളെല്ലാം എടുത്ത് കാണിച്ചതാണ്. മനസ്സിലായി. അപ്പം ഇങ്ങനൊരു അവസ്ഥയുണ്ട് കേരളത്തിൽ. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ മാധ്യമങ്ങൾ വളരെ വ്യാപകമായി, അതായത് രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല, മാധ്യമങ്ങൾ കൂടി ഈ പൊളിറ്റിക്കൽ ഇസ്ലാമൈസേഷന് വേണ്ടി ശക്തിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് എന്നൊരു സാഹചര്യമാണ് ഉള്ളത്. 100% അങ്ങനെ തന്നെ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. കേരളത്തിലെ മാധ്യമങ്ങൾ എല്ലാ കാലത്തും BJP വിരുദ്ധ ചേരിയിലാണ് നിന്നിട്ടുള്ളത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. മാധ്യമങ്ങളെല്ലാം, അതിന് മാധ്യമങ്ങൾ ചില അജണ്ടയുണ്ട്. അവരെ തീറ്റിപ്പോറ്റുന്ന മാധ്യമ മുതലാളിമാർക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരു വിഭാഗം ആളുകളായി മാറി. യാതൊരു തത്വദീക്ഷയോ അല്ലെങ്കിൽ അതിൻ്റെ ധാർമ്മികതയോ ഇല്ലാതെ പണിയെടുക്കുന്ന മാധ്യമ പ്രവർത്തകർ നമുക്ക് കാണാൻ കഴിയും. SDP സെക്യുലർ ആണ് എന്ന് പറയുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും നമ്മുടെ കേരളത്തിലുണ്ട്. മാധ്യമങ്ങൾ തികച്ചും തെറ്റായ ഒരു ശൈലിയാണ് കേരളത്തിൽ ആവർത്തിക്കും. ഇപ്പം ശോഭാ സുരേന്ദ്രൻ്റെ കാര്യം തന്നെ എടുത്താൽ, ശോഭാ സുരേന്ദ്രൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് മാധ്യമങ്ങൾ ആരോപിക്കുന്ന വെളുത്ത ചുരിദാർ ധരിച്ച പെൺകുട്ടി പോകുന്നുണ്ട്. എന്തുകൊണ്ട് അവിടെ മുഖം കാണിക്കുന്നില്ല? മാധ്യമങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മുഖം കാണിക്കണ്ടേ? ഈ 10 മീറ്റർ വെളിയിൽ നിന്ന് ക്യാമറ സെറ്റ് ചെയ്തിരിക്കുക. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി ഇങ്ങനെ താൻ അപകടകരമായ കണിയിലേക്ക് ഈ ഇലക്ഷൻ്റെ 13-ാം മണിക്കൂറിൽ കൊണ്ടുപോയി പണം കൊടുത്ത് അപകടത്തിൽ ചാടാൻ തയ്യാറാവൂ? അതും ഒരു കോൺവേ ആയിട്ട് വാഹനങ്ങൾ പോകുന്ന സമയത്ത് അതിൽ നിന്നിറങ്ങി തൻ്റെ കൂടെ ഇരുന്ന സ്ത്രീയെ പറഞ്ഞയച്ച് പണം കൊടുക്കുന്നു. 10 മീറ്റർ മതിലിൻ്റെ ഇപ്പുറത്ത് നിന്നിട്ട് അത് ഷൂട്ട് ചെയ്യുന്നു. ഇതൊക്കെ എവിടെ പറയാനാണ്? ആരോട് പറയാനാണ്? അപ്പോൾ തീർച്ചയായിട്ടും മാധ്യമങ്ങൾ കേരളത്തിൽ BJP പക്ഷത്താണ് നിൽക്കുന്നത്. പിന്നെ രണ്ടാമതൊരു കാര്യം, ഇപ്പോൾ കലവറയില്ലാത്ത പിന്തുണയാണ് ഗവൺമെൻറ് മാധ്യമങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഉണ്ട ചോറിന് വാങ്ങുന്ന പണത്തിന് നന്ദി കാണിക്കണമല്ലോ. അപ്പോൾ ഇഷ്ടം പോലെ പരസ്യം ഗവൺമെൻറ് കൊടുക്കുന്നു, LDF കൊടുക്കുന്നു, UDF കൊടുക്കുന്നു. BJP അതിന് അവർക്ക് പൈസ ഇല്ലാത്തതുകൊണ്ടായിരിക്കും BJP കേരളത്തിൽ അതിന് തയ്യാറായിട്ടില്ല എന്ന് തോന്നുന്നു. ചെറിയ പരസ്യങ്ങളേ ഉള്ളൂ. അപ്പം മാധ്യമങ്ങൾക്ക് ഈ വലിയ തുക PR വർക്കിൽ കൂടി കിട്ടുന്നതുകൊണ്ട്, PR വർക്കിൻ്റെ ഭാഗമായി മാധ്യമങ്ങൾ കിട്ടുന്നുണ്ട്. മാധ്യമങ്ങളെല്ലാം ഇന്ന് ഏകപക്ഷീയമായിട്ട് BJP വിരുദ്ധ ചേരിയിലാണ് നിൽക്കുന്നത് എന്ന് അസന്നിഗ്ധമായി പറയാൻ സാധിക്കും. മറ്റൊരു സംശയാസ്പദമായ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് ജയ്ഹിന്ദ് പോലൊരു മാധ്യമം സത്യത്തിൽ ഒരു മരണാവസ്ഥയിലായി കഴിഞ്ഞിരുന്നത്. പക്ഷേ ഇലക്ഷന് തൊട്ട് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഈ മാധ്യമം പെട്ടെന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇവിടെ നിന്നായിരിക്കാം ഇത്രയധികം തുക ഇവരെ ടാർഗറ്റ് ചെയ്തത്. അല്ല, ശതകോടികൾ പമ്പ് ചെയ്തുകൊണ്ട് ഒരു ജയ്ഹിന്ദിനെ പോലെയുള്ള ഈ താങ്കൾ പറഞ്ഞ ഭാഷ ഉപയോഗിച്ചാൽ ചത്തുകിടന്ന ഒരു മാധ്യമത്തെ ഉയർത്തിക്കൊണ്ടുവരണം. അത് വിദേശ ഫണ്ട് അല്ലെങ്കിൽ സോറോസിനെ പോലെയുള്ള ഇന്ത്യ നശിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്ന വിദേശ ശക്തികളുടെ ഫണ്ട് തന്നെയാണെന്ന് ഞാൻ കരുതുന്നത് അങ്ങനെ തന്നെയാണ്. കാരണം കോൺഗ്രസ് എല്ലാ കാലത്തും ഇന്ത്യ വിരുദ്ധ നിലപാടുകളാണ്. കോൺഗ്രസ് ഒരു കുടുംബത്തിൻ്റെ സ്വത്തായിട്ട്. ഇന്ന് രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ സോണിയാഗാന്ധിയോ അല്ലാതെ അഖിലേന്ത്യാ നേതൃത്വത്തിലേക്ക് കോൺഗ്രസിന് ഒരാളെ ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. അങ്ങനെ ഖാർഗെ എന്നൊക്കെ പറഞ്ഞാലും അദ്ദേഹം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആണെങ്കിൽ പോലും അതൊക്കെ ഒരു റബ്ബർ സ്റ്റാമ്പാണ്. സോണിയാഗാന്ധിക്ക് അപ്പുറത്തേക്കൊന്നും പോവില്ല. സോണിയാഗാന്ധിയുടെ മുമ്പിൽ ഇരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും മല്ലികാർജ്ജുൻ ഖാർഗെക്ക് ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ നേരത്തെ പഴയ പ്രധാനമന്ത്രിയെ പോലും നൂലിൽ കെട്ടിയ ഒരു പാവകണക്ക് പ്രവർത്തിച്ചാണല്ലോ സോണിയാഗാന്ധി കൊണ്ടു നടന്നിരുന്നത്. അതുപോലെ ഞാൻ പറഞ്ഞൊരു കോൺഗ്രസ് എപ്പോഴും നെഹ്റുവിൻ്റെ കുടുംബത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുന്നൊരു പാർട്ടിയായി മാറുകയും കോൺഗ്രസ് എപ്പോഴും ഇന്ത്യ എന്ന മാതൃരാജ്യത്തോട് ഒരു താല്പര്യം കാണിക്കാതിരിക്കുകയും ചെയ്യുന്നത്. 62-ലെ ചൈന യുദ്ധമാണെങ്കിലും പിന്നെ പാകിസ്ഥാൻ ഇന്ത്യ യുദ്ധമാണെങ്കിലും അവരുടെ നിലപാടുകൾ, താഷ്കന്റ് കരാർ ഒപ്പുവെച്ചാണെങ്കിൽ ഏത് കരാർ നോക്കിയാലും അതിനകത്ത് തികച്ചും ഒരു ഭാരതവിരുദ്ധ നിലപാടുകളുണ്ട് എന്ന് കാണാൻ സാധിക്കും. അതിപ്പോഴും തുടരുന്നു. ഇദ്ദേഹത്തിൻ്റെ വിദേശയാത്രകൾ സംശയാസ്പദമാണ്.
പാർലമെൻറ്റ് നടക്കുമ്പോൾ പോലും 10-20 ദിവസം ഇവിടെ നിന്ന് മാറി നിന്നിട്ട് വിദേശയാത്ര എവിടെ പോയി നമ്മൾ ജോർജ് സോറോസുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ചൈനയിൽ പോകുന്നു. ഇന്ത്യ വിരുദ്ധ ശക്തികളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നു. അവരിൽ നിന്ന് പണം സ്വീകരിക്കുന്നു. രാജീവ് ഗാന്ധി ഫൗണ്ടേഷന് വേണ്ടി ചൈന പണം കൊടുത്തിട്ടുണ്ട്. അത് തെളിവാണ്, വളരെ വ്യക്തമാണ്. അപ്പോൾ ഇന്ത്യ വിരുദ്ധ ശക്തികളിൽ നിന്ന് ജോർജ് സോറോസിനെ പോലെയുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ടാണ് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇലക്ഷൻ അട്ടിമറിക്കാൻ വേണ്ടി കണ്ടമാനം പണം ജയ്ഹിന്ദിന് പമ്പ് ചെയ്തിട്ടുണ്ടായിരിക്കാം എന്ന് ഞാനും വിശ്വസിക്കുന്നു. ഇപ്പോൾ നമ്മൾ മാധ്യമങ്ങളെക്കുറിച്ച് സംസാരിച്ചു, രാഷ്ട്രീയ നേതൃത്വത്തെക്കുറിച്ച് സംസാരിച്ചു. ഇന്നലെ ഒരു 2 സംഭവങ്ങളുണ്ടായി. അതിൽ ഒരു സംഭവം എന്ന് പറയുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂർ ഒരു പെൺകുട്ടിയുടെ കൈവിരൽ മിക്സിയിൽ കുടുങ്ങി ആ പെൺകുട്ടിക്ക് 8ഓളം സ്റ്റിച്ചുകൾ കയ്യിലിടേണ്ടി വന്നു. അപ്പോൾ തൻ്റെ ജനാധിപത്യ ബോധം കൊണ്ട് ആ പെൺകുട്ടി വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു. പക്ഷേ 1:30-ക്ക് എത്തിയ ആ പെൺകുട്ടിക്ക് ഏകദേശം 6 മണി വരെ കാത്തിരിക്കേണ്ടി വന്നു വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇന്നലെ നമ്മൾ ഈ സമാനമായ രീതിയിൽ ഇത് വിഴിഞ്ഞെത്തുന്ന ഈ പറഞ്ഞ പോലെ കളൗട്ട് രേഖപ്പെടുത്തിയ ആൾക്ക് ഒരു സമയം 1 മിനിറ്റ് പോലും കാത്തിരിക്കേണ്ടി വന്നില്ല. അല്ലെങ്കിൽ വളരെ സ്വാഭാവികമായി എത്രയാണോ എടുക്കുന്ന സമയം അത്രേ എടുക്കേണ്ടി വന്നുള്ളൂ. അങ്ങനെ 2 സാഹചര്യങ്ങൾ. ഒരാൾക്ക് കൈവിരൽ മുറിഞ്ഞ് അയാൾക്ക് വലിയ ബുദ്ധിമുട്ട് ഏറിയ സാഹചര്യത്തിൽ പോലും ആ പെൺകുട്ടിയെ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥർ തയ്യാറായില്ല. മറുഭാഗത്ത് പർദ്ദ ധരിച്ചു ഒരൊറ്റ ശക്തി കൊണ്ട് അയാൾക്ക് വളരെ നിസ്സാരമായി എല്ലാവരും വോട്ട് ചെയ്യും പോലെ വോട്ട് ചെയ്യാൻ കഴിഞ്ഞു. ഇങ്ങനൊരു സാഹചര്യം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ഇന്ന് പലരും ഭയപ്പാടോടുകൂടി നോക്കുന്നു എന്നുള്ളത് ഒരു വലിയ സത്യമാണ്. അത് ഭരണകൂടത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന പോലീസ് ഒരു ആക്സിഡൻറ്റ് നടന്നു. ആ ആക്സിഡൻറ്റ് നടക്കുമ്പോൾ ആക്സിഡൻറ്റിന് കാരണമായ വാദിയോ പ്രതിയോ ഒരു മുസ്ലിം ആണെങ്കിൽ പോലീസിന് പേടിയാണ് കേസെടുക്കാൻ. പ്രത്യേകിച്ച് അത് പ്രതിസ്ഥാനത്ത് വരുന്ന മുസ്ലിമാണ് പേടിയാണ് കേസെടുക്കാൻ. അപ്പോൾ എല്ലാ രംഗത്തും ഈ ന്യൂനപക്ഷം എന്ന പേരിൽ കിട്ടിയ അനർഹമായ സ്വാധീനം അതൊരു ഭയപ്പാട് സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ വലിയ മുതിർന്ന മാധ്യമ പ്രവർത്തകനുണ്ടല്ലോ, മാധ്യമത്തിലുണ്ടായിരുന്നയാൾ 19 വയസ്സയാളുടെ അതിൻ്റെ പേര് ഞാൻ മറന്നു. അദ്ദേഹം ഒരിക്കലും ഒരു ചർച്ചയിൽ പറഞ്ഞല്ലോ, 20% മുസ്ലിം ഇവിടുത്തെ അബ്ദുള്ള പറഞ്ഞല്ലോ, നമ്മളിവിടെ നിന്ന് മാറി നിന്ന് കൊടുത്താൽ മതി, ബാക്കി 80% വരുന്ന ഹിന്ദുവിൻ്റെ കാര്യം ഞങ്ങൾ ഏറ്റുന്ന. ഇവിടുത്തെ പോലീസും പട്ടാളമൊക്കെ ഒന്ന് മാറി നിന്ന് കൊടുത്താൽ അവർക്ക് അവർ നോക്കിക്കൊള്ളാമെന്നാണ് പറഞ്ഞത്. ആ അർത്ഥം നോക്കൂ. അദ്ദേഹത്തിന് അങ്ങനെ ഈ ഒരു മതേതര രാജ്യത്ത് നിന്നിട്ട്, ഇത്രയും നിയമവാഴ്ചയുള്ള രാജ്യത്ത് നിന്നിട്ട് ഒരു പൊതുമാധ്യമത്തിന് മുമ്പിൽ സംസാരിക്കാനായി. അദ്ദേഹത്തിനെതിരെ കേസെടുക്കേണ്ടതല്ലേ? വെല്ലുവിളിയാണ്. ഒരു പൗരബോധമുള്ള ഒരാളിന് പറയാൻ സാധിക്കുന്നുണ്ട്, നിങ്ങൾ ഇവിടുത്തെ പട്ടാളവും പോലീസും മാറി നിന്നാൽ മതി, 80% വരുന്ന ഹിന്ദുവിൻ്റെ കാര്യം 20% വരുന്ന മുസ്ലിം നോക്കിക്കൊള്ളാം. കഥ കഴിക്കുമെന്നാണ് പറഞ്ഞത്, ഹിന്ദുവിൻ്റെ കഥ കഴിക്കാമെന്നാണ് പറഞ്ഞത്. അവരും പലരും കരുതിക്കോ, കുന്തിരിക്കം കരുതിക്കോ എന്ന് മുദ്രാവാക്യം വിളിച്ച കുട്ടി, പക്ഷെ കുട്ടി ഇരുന്നത് അച്ഛൻ്റെ തോളിലാണ്. എന്തുകൊണ്ട് ആ അച്ഛനെതിരെ കേസെടുത്തില്ല പരസ്യമായിട്ട്? ഇത്തരം വ്യാപകമായ വിദ്വേഷ പ്രചരണം നടത്തിയിട്ട് കേസെടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ അവിടെയാണ് മുസ്ലിം സ്ത്രീ പർദ്ദ ധരിച്ചു വന്നപ്പോൾ അവിടുന്ന് റിട്ടേണിംഗ് ഓഫീസർ വരെ പേടിച്ചു പോയിട്ടുണ്ടാകും. അയാളുടെ ഉള്ളിലുള്ള ഭയമാണ്. അതിന് പെട്ടെന്ന് വോട്ട് ചെയ്യാൻ അവസരം കൊടുത്തു. മറ്റേ കുട്ടി 6 മണിക്കൂർ 5 മണിക്കൂർ കാത്തു നിൽക്കേണ്ടി വന്നത് നിയമവിരുദ്ധമാണ്. വാസ്തവത്തിൽ ആ പ്രിസൈഡിംഗ് ഓഫീസറെ നിയമ നടപടിക്ക് വിധേയമാക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ 80 വയസ്സ് കഴിഞ്ഞ രോഗശൈലിയായ ആളുകളെ വോട്ട് ചെയ്യാൻ വീട്ടിൽ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ചില വീട്ടിലെ അമ്മയ്ക്ക് അവർക്ക് അർദ്ധബോധാവസ്ഥയിലൊക്കെ അറിയാം. അവർക്ക് പകരം മകൻ വോട്ട് ചെയ്ത സംഭവം എനിക്കറിയാം. പക്ഷെ മകൻ്റെ വലത് കൈയിലാണ് ചൂണ്ടുവിരലിൽ മഷി പുരട്ടി കൊടുക്കുന്നത്. എന്തുകൊണ്ട് ആ നിയമം ഇവിടെ ആവർത്തിച്ചു? അവരുടെ ഇടത് കൈയിൽ സ്റ്റിച്ചിട്ട് അത് കെട്ടിവെച്ചിരിക്കുന്നവർ കാണാമല്ലോ. മരുന്നിൻ്റെ ചോരപ്പാടം നിറഞ്ഞ ആ കൈ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചാൽ കുട്ടി പറയുന്നു. ഡോക്യുമെന്റ്സ് ഉണ്ടല്ലോ. അതിനെ മറ്റേതെങ്കിലും വിരലിൽ മഷി വരട്ടാം, അല്ലെങ്കിൽ വലത് കൈയിൽ മഷി വരട്ടാം. എന്തുകൊണ്ടത് ചെയ്തിരുന്നില്ല? അപ്പോൾ ഇവിടെ ഭരണകൂടത്തിൻ്റെ പേരിൽ ഒന്ന് ഇസ്ലാം സമൂഹത്തിന് കൊടുക്കുന്ന ആ ഒരു ഭയത്തോടു കൂടിയുള്ള അനർഹമായ ചില കാര്യങ്ങൾ ഇന്ന് അർഹമായവർക്ക് മറ്റുള്ളവർക്ക് കിട്ടുന്നുമില്ല. അപ്പോൾ ഇവിടെ കാണിക്കുന്നത് 2 തരത്തിൽ ഞാൻ ഇതിനെ കാണുന്നത്. അനാവശ്യമായ പൊതുസമൂഹത്തിൽ ഭയം സൃഷ്ടിക്കാൻ പൊളിറ്റിക്കൽ ഇസ്ലാമിന് സാധിക്കുന്നു. ഭയപ്പെടുത്തി എല്ലാ മേഖലയും ഭയപ്പെടുത്തി ഈ കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് കഴിയുന്നു. 2, NGO യൂണിയൻ്റെ നേതാക്കന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് വ്യാപകമായി കേരളത്തിൽ ഇലക്ഷൻ ചുമതലയിൽ വന്നിട്ടുള്ള ഓഫീസർമാരായിട്ട് വന്നിട്ടുള്ളത്. അവർ ഇപ്പം തന്നെ ഇന്നലെ ഒരു 90 വയസ്സുകാരൻ 80 വയസ്സുകാരൻ കാട്ടാക്കട മണ്ഡലത്തിൽ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ വന്നു. CDSൻ്റെ പ്രവർത്തകനാണ്, ഒരു താൽക്കാലിക ജീവനക്കാരൻ ആയിട്ടുള്ള പ്രവർത്തകൻ. അദ്ദേഹത്തെ കൊണ്ടുപോയിട്ട് അദ്ദേഹം നിൽക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വോട്ട് ചെയ്തു. അദ്ദേഹം അവിടെ നിന്ന് ബഹളം ഉണ്ടാക്കി, ഞാൻ കോൺഗ്രസിനാണ് വോട്ട് ചെയ്യാൻ വന്നത്. ആ 90 വയസ്സിന് ഞാൻ കോൺഗ്രസിനാണ് വോട്ട് ചെയ്യാൻ വന്നത്, നിങ്ങളെന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്തു? ആ വൃദ്ധനെ വോട്ട് ചെയ്യാൻ സമ്മതിച്ചില്ല. ആ വൃദ്ധന് പകരം ആ സ്റ്റാഫാണ് വോട്ട് ചെയ്തത്.
അപ്പോൾ ഇങ്ങനെ സി ഡി എസിൻ്റെ പ്രവർത്തകരെയും അതുപോലെ അംഗൻവാടി ടീച്ചർമാരെയും പിന്നെ സി പി എമ്മിൻ്റെ എൻ ജി ഒ യൂണിയൻ്റെ പ്രവർത്തകരെയും വ്യാപകമായി പോളിംഗ് സ്റ്റേഷനിൽ ഡ്യൂട്ടിക്ക് നിയോഗിച്ചുകൊണ്ട് ഇപ്പം പിന്നെ എസ് ഐ ആറിന് ശേഷം മരിച്ചവർക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ പരേതന്മാരാണ് 10-20 വർഷത്തിന് മരിച്ച പരേതന്മാർ വന്ന് കണ്ണൂർ വോട്ട് ചെയ്യുമായിരുന്നു. അതിന് പകരം ഇപ്പോൾ ഇന്നലെ കെ രഞ്ജിത്ത് ധർമ്മട മണ്ഡലത്തിൽ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഒരു ബൂത്തിൽ പരമാവധി ഏകദേശം ശരാശരി 30 വോട്ടുകൾ ഓപ്പൺ വോട്ട് ചെയ്യിപ്പിച്ച് പോയിട്ടുണ്ട്. ഈ ഓപ്പൺ വോട്ട് ചെയ്യിപ്പിക്കാൻ തന്നെ ആരാ? ഇവർക്ക് വരുന്ന ആളുകൾക്ക് പകരമാണ്. അദ്ദേഹത്തിന് കാഴ്ചയില്ല, ആരോഗ്യമില്ല, അറിഞ്ഞുകൂടെന്നൊക്കെ പറഞ്ഞിട്ട് ഈ കൊണ്ടുവരുന്ന ആളുകളാണ് സി ഡി എസിൻ്റെ പ്രവർത്തകർ. സി ഡി എസ് അറിയാലോ, കുടുംബശ്രീ സി ഡി എസ് ഒക്കെ ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത്? കമ്മ്യൂണിസ്റ്റുകാരുടെ കയ്യിലാണ്, സി പി എമ്മിൻ്റെ കയ്യിലാണ്. അവരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കുന്നത്. അതെ, മേയർ രഞ്ജിത്തിൻ്റെ അവിടുത്തെ പ്രിസൈഡിംഗ് ഓഫീസർക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പരാതി കൊടുത്തിട്ടുണ്ട്. ഒരു ബൂത്തിൽ ശരാശരി 30 വോട്ടുകൾ അങ്ങനെ ഈ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും സാമൂഹ്യ സുരക്ഷയും ദേശീയ സുരക്ഷയും ബാധിക്കുന്ന ഇത്തരം വിഷയങ്ങൾ നിരവധിയായി നമ്മുടെ നാട്ടിലുണ്ട്. ഇതിനോടൊക്കെ കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റിൻ്റെയും സി പി എമ്മിൻ്റെയും ഒക്കെ അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെയും ഒക്കെ നേതൃത്വങ്ങൾക്ക് കണ്ണടയ്ക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് കണ്ണടയ്ക്കാൻ കഴിയില്ല. തീർച്ചയായിട്ടും ഇത്തരം വിഷയങ്ങൾ എതിർക്കപ്പെടേണ്ടതാണ്, ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. നമസ്കാരം.